എടി എന്റെ പൗഡർ എവിടാ വെച്ചേക്കുന്നേ? അയ്യോ വേണ്ട, ഞാൻ കണ്ടു. എന്താ കുയിനെ? കുയിന് മേരി, മാമനോട് പറയാതെ എങ്ങോട്ടാണ് യാത്ര? മാമന്റെ അടുത്ത് ഒന്നും പറയണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോ. ഓ, കടുക് മണിക്ക് ഇപ്പൊ കുറുമ്പാണല്ലോ. വല്യമ്മേ, എന്താ മോനെ? ഒരു വഴിക്ക് പോകുമ്പോ എങ്ങോട്ടാ പോന്നെന്ന് ചോദിക്കാൻ പാടില്ല. അപ്പൊ വരാൻ നേരത്ത് പറഞ്ഞല്ലോ. എവിടെ പോയി എല്ലാരും? ലൂസിയുടെ മോൾക്ക് ബാധ കയറിയിരിക്കുന്നു മോനെ. എപ്പം നോക്കിയാലും അപ്പൂപ്പന്റെ പേര് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പോയൊന്ന് കണ്ടിട്ട് വരാം മോനെ. ഇതെന്താ ഈ കിളവി ചാനല് മാറ്റി പിടിച്ച് സംസാരിക്കുന്നേ? എവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എലിസബത്തെ, ചേച്ചി എലിസബത്തെ. എന്താടാ, എന്താ വേണ്ട നിനക്ക്? ഇപ്പൊ നിങ്ങൾ എല്ലാരും എവിടേക്കാ പോന്നെ? അത് നമ്മുടെ സിൽവ അമ്മൂമ്മ മരിച്ചു പോയടാ. അത് ആഘോഷിക്കാൻ അടക്കത്തിന് പോവാന്നാ ഞാൻ. അയ്യോ, സിൽവമ്മ മരിച്ചതിനാണോ ഇത്ര മേക്കപ്പ്? എത്ര കോട്ടായത്? കുറച്ച് പേസ്റ്റ് പാക്ക് ഇട്ടതാ. സൈക്കിളില്ല നിനക്ക്. അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാഞ്ഞു നോക്കോളൂ. എന്താ ചേച്ചി ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് പോകുന്നേ? ഡൊണാൾഡ്, ഈ വേഷത്തിൽ നീ എങ്ങോട്ടാ പോണേ? ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് കാണുമെന്ന് കരുതി. അതുകൊണ്ട് ഊണ് കഴിച്ച് ഉറങ്ങി എഴുന്നേക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുത്തുവല് പോലെ നിൽക്കുമല്ലേ. വേറൊന്നുമല്ല, ഞങ്ങൾ ഏഞ്ചലിന്റെ കല്യാണത്തിന് പോവാ. ഞാനില്ലാതെ എങ്ങനെയാ ഏഞ്ചലിന്റെ കല്യാണം നടക്കുന്നത്? ചേട്ടനില്ലാതെ കല്യാണം നടക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനൊന്നും പറയാതെ നീ. ഞാനും വരും. ആശീർവാദം. എന്താ ഏഞ്ചലിനോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിലെ 10 കല്യാണം കൂടെ നടത്തി തരാൻ ഞാൻ റെഡിയാ. പക്ഷെ ഒരു കല്യാണം തന്നെ 10 തവണ നടത്താൻ പറയരുത്. പാരീസിൽ നിന്ന് 1000 ബിഷപ്പുമാരിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ മുന്നിൽ തല കുനിയേണ്ടതായി വരരുത്. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കർത്താവില്ലേ? കർത്താവ് എനി ടൈം എവിടെയും കാണും, പക്ഷെ ഞാനുണ്ടാവില്ല. അയ്യോ അച്ചോ, തിരക്കുമ്പോ പോയി നോക്ക. എന്റെ അമ്മച്ചി, അയ്യോ എന്റെ കർത്താവേ, എന്റെ പൊന്നു മൈക്കിളെ. മൈക്കിള് മോനെ, ആക്സിസ് ബാങ്കിൽ നിന്ന് 5% പലിശക്ക് എടുത്തിട്ടാ 6ാമത്തെ തവണ ഞാൻ ഈ കല്യാണം നടത്തുന്നേ. ദയവ് ചെയ്ത് പോയേ മോനെ. അതെങ്ങനെ? കുറി തന്നിട്ട് വന്നോന്ന് വന്നപ്പോ പൊക്കോ. ഞാൻ ചേച്ചിയല്ലേ ക്ഷണിച്ചത്, നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ആൻഡ് ഇത് ഫാമിലി എഴുതിയിരുന്നല്ലോ. അതിനർത്ഥം എന്താ? പോയിന്റ്. ആ പറഞ്ഞത് പോയിന്റ്. ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി ചേർത്തതാ. മനസ്സിലൊന്നും വെക്കാതെ കർത്താവിനെ ഓർത്ത് വന്ന വഴിക്ക് തിരിച്ചു പോടാ കൊച്ചനെ. ചുമ്മാ കളിക്കാതെ. ബിരിയാണി ആരാ ഉണ്ടാക്കുന്നത്? പീർമേട് മൊയ്തീൻ ബായി. അവൻ നമ്മുടെ ആളല്ലേ. കോളക്കോഴി ബിരിയാണി അവൻ കിടുക്കാച്ചായിട്ടുണ്ടാക്കി. സത്യമാണ്. എന്റെ വല്യമ്മച്ചി തട്ടിപ്പോയി അവനല്ലേ ഉണ്ടാക്കിയത്. ഒരു നല്ല കാര്യം നടക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. എന്റെ വീട്ടിൽ നടന്ന ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഇവനാരും പെണ്ണ് തരുന്നില്ല. അതുകൊണ്ടാ മരണ വീടിനെ കുറിച്ച് പറഞ്ഞു. ചുമ്മാ ചേച്ചി. അങ്കിൾ വലിക്കുന്നുണ്ടല്ലേ. വാ, കുറച്ച് ബിരിയാണി ഇട്ട് നിങ്ങളുടെ മകളെ അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾ പൊക്കോളാം. എന്താ പോരെ? നീ ഇവിടുന്ന് പോയി തന്നാ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഒന്ന് പോടാ മൈക്കിളെ. എന്നാ പന്തല് ഞങ്ങൾ പൊളിക്കട്ടെ. ഏതാടാ അലവലാതി? ഓട്ടോ വരുമ്പോ തന്നെ പന്തല് പൊളിക്കേണ്ടതല്ല മൈ ബേബി മോനെ. ഓക്കേ ബേബി മോനെ. ആശീർവാദം ഒന്നും പറഞ്ഞില്ലേ? ഈ ഫോട്ടോഗ്രാഫറിന് ബാക്കി കാശ് കൊടുത്താലേ അയാൾ ഫോട്ടോ എടുക്കുള്ളൂ ഒന്ന് വന്ന് ചോദിച്ചേ. എടി, ഈ കല്യാണം നടക്കത്തില്ലെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ. കർത്താവേ, എന്തൊരു പരീക്ഷണമായത്. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ മരുമോനെ. അമ്മായി വാന്നേ. എടി ഗീതേ, ചെറുക്കൻ ഒരു കസേര എടുത്തിട്ടെ. എന്തിനാ കരയുന്നേ? നാട്ടിലുള്ള എത്രയോ പേർക്ക് കല്യാണം നടക്കുന്നു. അതിന് എന്നാ നിനക്ക് മാത്രം ഒരു പെങ്കച്ചിനെ കിട്ടുന്നില്ലല്ലോടാ മൈക്കിളെ. ഈ നാട്ടിൽ എത്രയോ പേര് ചത്തൊടുങ്ങുന്നുണ്ട്. ഒടുങ്ങാൻ വേണ്ടി നിങ്ങൾ ചാവുന്നില്ലല്ലോ. മാറുതല്ലേ. ഈ തടിയന്മാരെയൊക്കെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? ബിരിയാണി തികയോ എന്തോ. ഈ പ്രാവശ്യം വെള്ളസാരിയാ ഒടുക്കത്തെ ഗ്ലാമർ അല്ലേ?
വലത്തോട്ട് നോക്കരുത്, വലത്തോട്ട് നോക്കരുത്, നോക്കാതെ. തിരുസഭയ്ക്ക് നന്ദി. ജോൺ എന്ന നിനക്ക് ഏഞ്ചലിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? സമ്മതം 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 ഫാദർ. മരിക്കാണല്ലോ അവൻ. എന്തോന്നിന് ഇത്രയും സമ്മതം? അടങ്ങ്, അവർ പെണ്ണിനെ തരും. ഈശോയെ, ഈ തവണയെങ്കിലും ഇവൻ ഇവളെ കെട്ടാൻ സാധിക്കണേ. ഏഞ്ചലായ നിനക്ക് ജോണിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട് പോണേ. മാറി നിൽക്കും. ഏഞ്ചൽ എന്ന ഞാൻ മൈക്കിളിനെ ചേട്ടാ ചേട്ടൻ എന്ത് പറ്റി? എന്റെ കർത്താവേ, ഒന്ന് നിൽക്ക്, സംസാരിക്കട്ടെ. അയ്യോ അച്ചോ, നെഞ്ചു വേദനിക്കുന്നു അച്ചോ. വേണമെങ്കിൽ കൊച്ചിനോട് ഞാൻ ചോദിക്കട്ടെ അച്ചോ. എന്റെ അമ്മ അടി. നീ എന്താണ് വിചാരിച്ചത്? കുറെ നാളായിട്ട് ഞാൻ ക്ഷമിക്കുക. ഓരോ പ്രാവശ്യവും വന്ന് എന്നെ കളിയാക്കാൻ നോക്കോ. ആ മൈക്കിളോടെ പോയടാ. എവിടെയുണ്ട് അച്ഛാ? അടക്കട കഥവ. മൈക്കിളെ നോക്കിച്ചാടി തൊലി പോകും. കണ്ടില്ലേ, കല്യാണം മുടങ്ങി പോയതിന് ഒരു വിഷമവും ഇല്ലാതെ ബൈക്കിൽ കറങ്ങി അടിക്കുന്ന കണ്ടില്ലേ? ഇതെന്താ അരി അരയ്ക്കാൻ പോവാണോ? കയ്യിലൊരു പാത്രമൊക്കെ ഉണ്ടല്ലോ. എന്താ മൈക്കിളെ, ബിരിയാണി കഴിക്കാതെ വേഗം അങ്ങ് പോയേ. ഓ, കരയോ അല്ലേ? ചിച്ചി അങ്ങനൊന്നുമില്ല. എന്നാ കണ്ണ് വേർത്തതായിരിക്കും, തുടച്ചേക്ക്. എടി, നീ എന്തടി കല്യാണം കഴിക്കാത്തെ? അല്ല, നീ എന്തിനാ കല്യാണത്തിന് വന്നേ? മൊയ്തീന്റെ ബിരിയാണി അറിഞ്ഞു, അതുകൊണ്ടാ കഴിക്കാൻ വന്നേ അല്ലടാ? ശരിയാ. അത് വിട്. നീ എന്താടി കല്യാണം മുടക്കിയത്? ഓരോ പ്രാവശ്യം എന്റെ അച്ഛൻ കല്യാണം ഫിക്സ് ചെയ്യുമ്പോ നീ കറക്റ്റ് ആയിട്ട് മുന്നേ വന്ന് നിൽക്കുമല്ലേ? വീട്ടിൽ നിന്ന് പുലിനെ പോലൊക്കെ കെട്ടാൻ ഇറങ്ങി തിരിച്ചാലും നിന്നെ കാണുമ്പോ പൂച്ചയാകുക. എന്ത് പറയാനാ, നീ അടുത്ത് നിൽക്കുമ്പോ ജോണിനെ കെട്ട്, തങ്കപ്പനെ കെട്ടെന്നൊക്കെ പറഞ്ഞ നിന്നെ കാണുമ്പോ എന്റെ നെഞ്ച് കുടുകുടാന്നങ്ങ് ഇടിക്കുവന്നേ. വൃത്തികെട്ട കുടുംബമായ നീ നിന്റെ അച്ഛനെ എന്തെല്ലാം പ്ലാൻ ചെയ്യുന്ന എനിക്കറിയാടി. ഓരോ തവണ നാട്ടുകാരെ കൂട്ടി മൈക്കിളിനെ മാത്രമേ കെട്ടു എന്ന് ചെക്ക് വെച്ചോളടി നീ. ഇപ്പൊ ഞാൻ പറയാടി, ഇനി നിന്റെ കല്യാണത്തിന് മൈക്കിൾ വരില്ലടി. വരത്തില്ലല്ലോ? ഇല്ലടി. നീ വരില്ലല്ലേ? ഇല്ലടി, ഇല്ല. നാളെ നീ വേറെ കല്യാണം വെക്ക്, ഞാൻ വരില്ല. അയ്യടാ, അങ്ങനെ പെട്ടെന്നൊന്നും കല്യാണം നടത്താൻ പറ്റത്തില്ല. എന്റെ അച്ഛനെ പുതിയതായിട്ട് ലോൺ എടുക്കണം, ആൾക്കാരെ പിന്നെയും പോയി വിളിക്കണം, ബിരിയാണി മൊയ്തീനെ കിട്ടണ്ടേ, എന്തോരം പണിയുണ്ടെന്നറിയോ? ഇനി മേലെ എന്റെ വീട്ടിൽ കല്യാണം കുറിയും കൊണ്ട് നീ വന്നെന്ന് വെച്ചോ, അപ്പൊ വെച്ചിട്ടുണ്ടടി നിനക്ക്. ഇല്ല, ഞാൻ വരുന്നില്ലേ. ചൂടാറുന്നതിന് മുന്നേ ബിരിയാണി എടുത്ത് കഴിച്ചോട്ടോ. എടുത്തോണ്ട് പോടി. അയ്യോ, ബിരിയാണി അല്ലേ അത്? കോഴി ഗ്രിൽ. ദിസ് എംപ്റ്റി ചീറ്റിംഗ് ഫാമിലി. എടി നീ എന്താടി ഇത്? ഇതിപ്പോ 6ാമത്തെ പ്രാവശ്യമല്ലേ പാത്രം തട്ടി തെറിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെ ആവുന്ന അറിയില്ലേ? ഞണ്ടേ മറ്റേ പാത്രം ഇങ്ങോട്ട് എടുത്തോണ്ട് ചേട്ടാ, ആ ബിരിയാണി ഇങ്ങോട്ട് വാങ്ങിക്കോ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മസിൽ വിട് ആശാനെ. കഴിച്ചോട്ടോ. എന്ത് പറഞ്ഞാലും ചെയ്യുവാണ്. ഡൊണാൾഡേ, പീസ് മൊത്തം തീർത്തേക്കല്ലേ, പുള്ളിക്കാരൻ ഇച്ചിരി വെച്ചേക്കട്ടോ. എടുത്തോണ്ട് പോടി. അയ്യടാ, എടുത്തോണ്ട് പോടിന്ന് പറഞ്ഞ വരാട്ടോ. എടുത്തോണ്ട് പോടിന്ന് പറയുമ്പോ മട്ടനാ ചിക്കനാ? ഇപ്പൊ നോക്കാം. മൈക്കിളെ, സലാഡ് വെച്ചിട്ടില്ല. മോട്ടെ, സൈക്കിൾ എടുത്തോണ്ട് പോയി മേടിച്ചിട്ട് വാ.